ഹായ് എവരി വൺ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആൻ ഓർഡിനറി ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഇന്നെനിക്ക് ക്ലാസ് ഒന്നും ഇല്ലാത്ത ഫ്രീ ആയിട്ടുള്ള ഒരു ഡേ ആണ്. ക്ലാസ് എല്ലാ ഡേയ്സിൽ ഇത്ര ഫ്രീ ആയിട്ട് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ സിറ്റ് ഔട്ടിലൊക്കെ വന്നിരുന്നിട്ട് കോഫി കുടിക്കുകയാണ്. സമ്മർ സീസൺ ആവാനായതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ജനലൊക്കെ തുറന്നിട്ടാണ് നിൽക്കാറുള്ളത്. പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സീസണാണ് സമ്മർ എന്ന് പറയുന്നത്. ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും അത് പെട്ടെന്ന് കഴിയണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മെയിനായിട്ട് കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ജേർണലിങ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനങ്ങനെ ഡെയിലി ജേർണലിംഗ് ഒന്നും ചെയ്യാറില്ല. എപ്പോഴെങ്കിലും മൈൻഡിനൊരു റിലാക്സേഷൻ വേണമെന്ന് തോന്നുമ്പോൾ ചെയ്യും. പിന്നെ മോസ്റ്റ് ഓഫ് ദി ഡേയ്സും രാവിലെ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ ഒരു ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെയൊക്കെ എഴുതാനായിട്ടുള്ളൊരു മൈൻഡ് വരുള്ളൂ. ഞാൻ ഏകദേശം ഇപ്പോൾ 6 വർഷമായിട്ടോ ജേർണലിംഗ് ഒക്കെ എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. എപ്പോഴും ചെയ്യുന്നില്ലെങ്കിലും ഇങ്ങനൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നൊരു കാര്യമാണ് കേട്ടോ. ഞാനെൻ്റെ എക്സ്പീരിയൻസ് നിന്ന് മനസ്സിലാക്കിയതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ക്ലാസ്സിൽ എനിക്ക് കുറച്ച് നോട്ട്സ് സബ്മിറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് എഴുതി കംപ്ലീറ്റ് ആക്കണം. പിന്നെ ഏകദേശം ഈ ഒരു 11 മണിയൊക്കെ ആയ സമയത്തേന് നന്നായിട്ട് വെയിലൊക്കെ കുറഞ്ഞ് ഒരു മഴക്കാറ് പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നല്ലൊരു കോസി ഫീൽ തോന്നുന്നുണ്ട് കേട്ടോ. കറണ്ട് അഫെയർസ് നോട്ട്സാണ് കേട്ടോ ഞാൻ എഴുതുന്നത്. അതിന് വേണ്ടിയിട്ട് ടെലഗ്രാമിലെ ചാനൽസാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഓരോ ദിവസത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് അതിൽ അപ്ലോഡ് ചെയ്യുമ്പം ഞാനത് ഓരോ ദിവസവും നോക്കി എഴുതാറാണ് ചെയ്യാറുള്ളത്. ഓരോ വീക്കിലും ഈ ഒരു നോട്ട്സ് സബ്മിറ്റ് ചെയ്യാനുണ്ടാവും. അപ്പം എല്ലാ ദിവസവും ഡെയിലി ആ ന്യൂസ് എഴുതണം എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷേ നടക്കില്ല. അതുകൊണ്ട് പറ്റണപ്പോൾ ഫ്രീ ആവുന്ന ആ ഒരു ടൈമിൽ തന്നെ മാക്സിമം എഴുതി തീർക്കാറാണ് പൊതുവെ ചെയ്യാറുള്ളത്. പിന്നെ അവസാനത്തേക്ക് വെക്കാത്തതാണ് എന്തുകൊണ്ടും നല്ലത്. ഓരോ ദിവസവും പറ്റുന്ന പോലെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു പെൻഡിങ് ആയിട്ട് വരില്ല. പിന്നെ നോട്ട്സ് എഴുതാനായിട്ട് എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത് അത്ര ബോറടിക്കാനായിട്ടൊന്നുമില്ല. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോസൊക്കെ നേരത്തെ തന്നെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഷെഡ്യൂളൊക്കെ ചെയ്ത് വെച്ചായിരുന്നു. പക്ഷേ അത് അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനായ സമയത്ത്
പിന്നെ ഭയങ്കര എക്സോസ്റ്റിങ്ങുമായിട്ട് ഫീൽ ചെയ്തു ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ചെറിയൊരു ബ്രേക്ക് എടുക്കാമെന്നുള്ളത്. പിന്നെ ഞാൻ ചില വീഡിയോസൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ചതായതുകൊണ്ട് അത്ര ഒരു ഫീൽ വന്നിട്ടുണ്ടായില്ല ഞാൻ ഭയങ്കര ഒരു ബ്രേക്ക് എടുത്ത പോലെ. പിന്നെ കമൻസിനൊക്കെ ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഡെയിലി തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് അത്ര പോസിബിളായിട്ട് തോന്നുന്നില്ല. കാരണം കോണ്ടൻറ്റ് ക്വാളിറ്റീനെയും അത് കാര്യമായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓൾട്ടർനേറ്റീവ് ഡേയ്സിലോ അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് ആയിട്ടോ എന്തായാലും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക. പിന്നെ ഞാൻ ഷോർട്സ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്റ്റഡി സെഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാമെന്നുള്ളത്. ഇതിൻ്റെ മുന്നേ ഞാൻ ഉണ്ടാക്കിയ ഒരു ബുക്ക് മാർക്കാണിത് ഇവിടെ കാണുന്നത്. അത് അത്യാവശ്യം കോളായിട്ടുണ്ടായിരുന്നു. ആ 2 എണ്ണവും കോളായിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരുന്നു യൂസ് ചെയ്യേണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അങ്ങനെയൊന്നുമല്ല, സാധാ പേപ്പറിൽ തന്നെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഡിസൈൻസൊക്കെ വരച്ചിട്ട് ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ബുക്ക് മാർക്ക് സ്റ്റിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉപയോഗം എന്തായാലും ഉണ്ട്. ഈ ബുക്ക് മാർക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ സാധാരണ ഡ്രോയിങ് പേപ്പർ, ഹൈലൈറ്റർ പിന്നെ പെന്നുമാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതും പിൻട്രസ്റ്റിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടുള്ളതാണ്. ഫസ്റ്റ് തന്നെ ഞാനൊരു ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ്. ഗ്രിഡ് ലൈൻസ് എന്ന് പറയുന്നത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ ഈ ഒരു ഇടയ്ക്ക്. അപ്പോൾ ഞാൻ ഹൈലൈറ്ററാണ് ഗ്രിഡ് ലൈൻസ് വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു റെഡ് ഇങ്ക് ജെൽ പെൻ യൂസ് ചെയ്തിട്ട് കുറച്ച് ബോസ് വരച്ചു കൊടുക്കുകയാണ്. എനിക്ക് ബോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. തലയിൽ വെക്കാനും ഇഷ്ടമാണ്, വരയ്ക്കാനൊക്കെ ഇഷ്ടമാണ്. പിന്നെ അത് ട്രെൻഡിങ്ങും ആയിരുന്നു. അപ്പം ഞാൻ റെഡ് ബോസ് ഇതിൽ വരച്ചു കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ലവ് ചിഹ്നവും സൈഡിലായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പം ഞാൻ ഈ ഒരു ബുക്കിൽ വെച്ച് നോക്കുവാണ് എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട്. പിന്നെ ഈ ഒരു ബുക്കിന് ബുക്ക് മാർക്കിൻ്റെ ആവശ്യമില്ല, പക്ഷേ എന്നാലും ഒരു എസ്തെറ്റിക്കിന് വേണ്ടിയിട്ട് ഞാൻ വെച്ച് നോക്കുകയാണ്. ഇനിയുള്ള മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഞാൻ കുറച്ച് മുന്നേ ഡ്രസ്സസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ഫാബ്രിക്സ് ഉണ്ട്. അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് ഓവർ വന്നതും അല്ലാതെ ബാക്കി വന്ന കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്ന് കട്ട് ചെയ്യുകയാണ്. എന്തിനാണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊക്കെയുള്ള വീഡിയോ ഞാൻ എന്തായാലും നെക്സ്റ്റ് ചെയ്യാം. അപ്പം ഞാനതൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുകയാണ്. അപ്പം ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.